നമസ്കാരം. മണ്ണിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചീമേനി തുറന്ന ജയിലിലെ കൃഷിയെക്കുറിച്ചാണ് ഇത്തവണ ആദ്യം. കാസർഗോട്ടെ ഒരു സമ്മിശ്ര കർഷകനെയും ഈ ലക്കത്തിൽ പരിചയപ്പെടാം. മുന്നൂറ് ഏക്കറിലധികം സ്ഥലത്താണ് ചീമേനി തുറന്ന ജയിലിലെ അന്തേവാസികൾ കൃഷി നടത്തുന്നത്. കൃഷിയോടൊപ്പം പശുവിനെയും ആടിനെയും കോഴിയെയുമെല്ലാം ഇവർ വളർത്തുന്നുമുണ്ട്. ചീമേനിയിലെ 303 ഏക്കർ സ്ഥലത്താണ് തുറന്ന ജയിൽ പ്രവർത്തിക്കുന്നത്. ിലധികം അന്തേവാസികളാണ് ഇപ്പോൾ ചീമേനി തുറന്ന ജയിലിലുള്ളത്. കുറ്റവാളികളെ മാനസിക പരിവർത്തനത്തിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിലാണ് ചീമേനി തുറന്ന ജയിലിൽ നടക്കുന്നത്. കൃഷിയും മൃഗപരിപാലനവുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഏക്കർ സ്ഥലത്ത് കൂടുതലും പാറ നിറഞ്ഞ പ്രദേശമായതിനാൽ 25 ഏക്കർ ഭൂമിയാണ് കൃഷിയോഗ്യമായിട്ടുള്ളത്. എന്നാൽ ജലദൗർബല്യം കാരണം എല്ലാ സീസണിലും കൃഷി നടത്താനുള്ള സാഹചര്യം ഇവിടെയില്ല. മഴവെള്ളം സംഭരിച്ച ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചീമേനി ജയിലിൽ നടക്കുന്നത്. ഇതിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ്. ജലലഭ്യതയുടെ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൻ്റെ ഒരു 3-4 മാസക്കാലം മാത്രമാണ് നമ്മൾ കൃഷിയെ പരിപൂർണമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ അത് ഇത്രയും വലിയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഇവിടെയില്ല. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മഴവെള്ള സംഭരണികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കോടി ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മഴവെള്ള സംഭരണികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് നമ്മൾ അതിനെ ആശ്രയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു വർഷത്തിൻ്റെ 12 മാസവും പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. പച്ചക്കറി കൃഷിക്ക് വെള്ളം ലഭിക്കാത്ത സമയങ്ങളിൽ ചേനയുൾപ്പെടെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളും വാഴയുമാണ് ജയിലിൽ കൃഷി ചെയ്യുന്നത്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പിന്തുണയോടെയാണ് കിഴങ്ങ് കൃഷി നടക്കുന്നത്. ഇപ്പോൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാച്ചിൽ, ചേന, കപ്പ പോലെയുള്ള കൃഷി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം വാഴയുടെ കൃഷി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. അപ്പോൾ അതിന് നമ്മളെ പ്രധാനമായിട്ട് സഹായിക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായമാണ്. അവരുടെ ഒരു ടീം ഇവിടെ സന്ദർശിച്ചിരുന്നു. അവരുടെ ഒരു ഉപദേശപ്രകാരം ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 1500 മൂട് ചേന കൃഷി ചെയ്തു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപ കൊടുത്തിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള വിത്തിനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത്. അങ്ങനെയുള്ള കൃഷി വളരെ ഫലപ്രദമാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം. വന്യമൃഗങ്ങളുടെ ശല്യമാണ് കിഴങ്ങ് കൃഷിക്കുള്ള മുഖ്യ വെല്ലുവിളി. വേലിയും മതിലുമെല്ലാം കെട്ടിയാണ് ജയിലിലെ അന്തേവാസികൾ ചേനയും വാഴയും സംരക്ഷിക്കുന്നത്.
പാറപ്രദേശങ്ങളിൽ മുകളിൽ മണ്ണ് നിറച്ചും ഇവർ കൃഷി നടത്തുന്നു. ജയിലിലെ ആവശ്യം കഴിച്ചുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ സർക്കാർ ഏജൻസികൾക്കും പൊതുജനങ്ങൾക്കും വിൽക്കുന്നുമുണ്ട്. ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടാൽ ഭൂമി കുറച്ചുകൂടി ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കൃഷിക്ക് പുറമെ മൃഗപരിപാലനത്തിലും ചീമേനി ജയിലിലെ അന്തേവാസികൾ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. ജയിലിലെ ഡയറി ഫാമിൽ നിന്നാണ് അന്തേവാസികൾക്ക് ആവശ്യമായ പാലും തൈരും ലഭിക്കുന്നത്. പന്ത്രണ്ട് പശുക്കളുള്ള ഫാമിൽ നിന്ന് പ്രതിമാസം 15,000 രൂപയുടെ പാൽ സൊസൈറ്റി വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഡയറി യൂണിറ്റിൽ ഏതാണ്ട് 12ഓളം പശുക്കളാണ് ഉള്ളത്. നമ്മൾ ഇത് ആരംഭിച്ചപ്പോൾ ഈ പാലിൻ്റെ ലഭ്യത ഇവിടെ കുറവാണ് എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശത്ത്, കാരണം നമ്മൾ മിൽമ അതുപോലെയുള്ള അല്ലെങ്കിൽ മിൽക്ക് സൊസൈറ്റി അവരെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡയറി യൂണിറ്റ് ആരംഭിച്ചത്. അത് നമ്മുടെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കീഴിലുള്ള മറ്റൊരു ഓപ്പൺ ജയിലായിട്ടുള്ള നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലിൽ നിന്ന് പശുക്കളെ കിടാരികളെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തടവുകാരുടെ ആവശ്യങ്ങൾക്ക് പാല് തൈര് എന്നിവയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഡയറി യൂണിറ്റ് സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ മാസവും ഒരു ശരാശരി 15,000 രൂപയുടെ പാല് പുറത്തെ മിൽക്ക് സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ വിൽക്കുന്നുണ്ട്. അതാണ് ഈ ഡയറി യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു കാര്യം. അതിനോടൊപ്പം നമ്മളുടെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം നൽകുന്നതിന് ഈ ഡയറി യൂണിറ്റിന് സാധിക്കും. പശുക്കൾക്ക് പുറമെ ആടുകളെയും ജയിലിൽ വളർത്തുന്നുണ്ട്. എഴുപത് ആടുകളുള്ള ഫാമിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപയുടെ വരുമാനമുണ്ട്. പന്നി ഫാമിൽ 18 പന്നികളാണുള്ളത്. ജയിലിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നികൾക്ക് നൽകുന്നതിനാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പന്നി ഫാം സഹായിക്കുന്നു. ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പോൾട്രി ഫാമും ചീമേനി ജയിലിലുണ്ട്. ജയിലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭക്ഷ്യോൽപാദന യൂണിറ്റിൽ ഇവിടുത്തെ ഇറച്ചിക്കോഴികളെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ മാസവും 1.5 ലക്ഷം രൂപയാണ് ഭക്ഷ്യോൽപാദന യൂണിറ്റിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ 2 തരത്തിലുള്ള, അതായത് ചപ്പാത്തി ചിക്കൻ കറി, അതിനോടൊപ്പം ചിക്കൻ ബിരിയാണി, ഇതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന. നമ്മൾക്ക് ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം പ്രധാനപ്പെട്ട 2 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ഏതാണ്ട് 30ഓളം കിലോമീറ്റർ അകലെയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര ചെയ്യണമെങ്കിലും കാഞ്ഞങ്ങാടേക്ക് യാത്ര ചെയ്യണമെങ്കിലും ഏതാണ്ട് 30-35ഓളം കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ഈ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിലായിരുന്നു നമ്മൾ ഈ ഭക്ഷ്യ വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. അത് 2 മൊബൈൽ യൂണിറ്റുകളിലായിട്ടാണ് നടത്തുന്നത്. ഏതാണ്ട് 21 തടവുകാരാണ് ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത്. അവരേതാണ്ട് ഒരു ഷിഫ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഏതാണ്ട്
ഒരു ദിവസം 50,000 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പുറത്ത് വിപണനം നടത്തുന്നു ഈ 2 കേന്ദ്രങ്ങളിലായിട്ട്. എല്ലാ മാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1.5 ലക്ഷം രൂപയുടെ ലാഭമുണ്ട് എല്ലാ ചെലവുകളും കഴിഞ്ഞതിന് ശേഷം. കാർഷിക പ്രവർത്തനങ്ങളും മൃഗപരിപാലനവും തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ചീമേനി ജയിലിലെ അന്തേവാസികൾക്ക് ഒരുക്കുന്നത്. പ്രത്യുൽപാദനപരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഇവരെ മെച്ചപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് നയിക്കുന്നതായി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഷിക പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഉൽപ്പാദനം നടത്തുക, അതല്ലെങ്കിൽ ഒരു മുള ഉണ്ടാകുന്നതിൽ ഒരു സന്തോഷം അനുഭവിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ കാർഷിക പ്രവർത്തനവും നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ട് നടത്തും. കുറ്റവാളി പലപ്പോഴും സമൂഹത്തിന് ഒരു മുറിവ് ഉണ്ടാക്കുകയും നാശോന്മുഖമായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിക്കാൻ ഇടവരുത്തുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളിൽ അതിന് വിപരീതമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള കൂടുതൽ പ്രത്യുൽപാദനപരമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിക്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചീമേനി തുറന്ന ജയിലിലെ കാർഷിക പരീക്ഷണങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ജയിൽ അധികൃതരുടെ പദ്ധതി. കാസർഗോഡ് രാജപുരത്തെ ജോർജ് എന്ന സമ്മിശ്ര കർഷകനെക്കുറിച്ചാണ് മണ്ണിലിനി. കൂറ്റൻ മഴവെള്ള സംഭരണികളിൽ ശേഖരിക്കുന്ന ജലമാണ് ജോർജിൻ്റെ കൃഷിയിടത്തെ ഹരിതാപമാക്കുന്നത്. സമ്മിശ്ര കൃഷിയുടെ ഒരു പരീക്ഷണശാലയാണ് കാസർഗോഡ് രാജപുരത്തെ KM ജോർജിൻ്റെ കൃഷിയിടം. കമുകും കുരുമുളകും ചേനയും വാഴയും പഴവർഗ്ഗങ്ങളും ആന്തൂറിയവുമൊക്കെ ഉൾപ്പെടുന്ന സസ്യവൈവിധ്യം. ഒപ്പം കാടയും ആടും മുയലുമൊക്കെയായി മൃഗപരിപാലനവും. പത്ത് വർഷത്തോളമായി പൂർണ്ണമായും ജൈവരീതിയിലാണ് ജോർജിൻ്റെ കൃഷി. മഴവെള്ളം സംഭരിച്ച് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഈ കർഷകൻ ജലദൗർലഭ്യം പരിഹരിക്കുന്നത്. അതായത് എല്ലാ സൈസ് കൃഷികൾ ഇതിനകത്തുണ്ട്. പച്ചമരുന്നുകളുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, കമുകുണ്ട്, കശുമാവുണ്ട്, വാഴ, പച്ചക്കറികൾ എന്ന് വേണ്ട എല്ലാം. വാനിലയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ആ വാനിലയിൽ കുറച്ച് പൈസ പോയി. ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത് ഈ മഴവെള്ളം, മഴക്കാലത്തെ വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് ആ വെള്ളമാണ് ഇതിന് മുഴുവനും ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കുടിക്കേണ്ട വെള്ളവും ഇതേപോലെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കൃഷിയോടൊപ്പം കഴിഞ്ഞ 10 വർഷമായി ജോർജ് കാടപ്പക്ഷികളെയും വളർത്തുന്നുണ്ട്. എണ്ണൂറോളം കാടകളാണ് ഇവിടെയുള്ളത്. ജോർജും മകനും തന്നെയാണ് ഇവയെ പരിപാലിക്കുന്നത്. കാടമുട്ടകൾ ഓരോ ദിവസവും കടകളിലെത്തിക്കുന്നതുകൊണ്ട് മികച്ച വരുമാനവും ലഭിക്കുന്നു. കാട ഒരു 10 വർഷമായിട്ട് കാട കൃഷി ചെയ്യുന്നുണ്ട്. അത്
10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് ഞാൻ ജീവിക്കുന്നത് തന്നെ കാടേനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു 15 മിനിറ്റ്. ആകെ ഒരു 750-800 കാടയുണ്ടെങ്കിൽ ഒരു ദിവസം മാക്സിമം പോയാൽ ഒരു 1.5 മണിക്കൂർ കൂടുതലൊന്നും മെനക്കേട് വരുന്നില്ല. അത് രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതിന് ചെയ്യാനില്ല. ഏറ്റവും മികച്ച ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് വള്ളികളാണ് ജോർജിന്റെ കൃഷിയിടത്തിലുള്ളത്. റബ്ബർ മരങ്ങളിൽ ഉൾപ്പെടെ കുരുമുളക് വള്ളികൾ പടർത്തിയിട്ടുണ്ട്. കുരുമുളക് കൃഷിയോടൊപ്പം തന്നെ മികച്ച ഒരു നഴ്സറിയും ജോർജ് നടത്തുന്നുണ്ട്. പന്നിയൂർ 1, പന്നിയൂർ 5, കരിമുണ്ട തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് തൈകളാണ് ഈ നഴ്സറിയിലുള്ളത്. ഈ വർഷം മുതൽ കുരുമുളക് നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സൈസ് കുരുമുളക് നഴ്സറി ഉണ്ട് ഇപ്പോൾ. അതായത് പന്നിയൂർ 1, പന്നിയൂർ 5, കരിമുണ്ട, അറക്കുളം മുണ്ട, പെരുങ്കൊടി, ഇങ്ങനെ പല സൈസ് കുരുമുളകുണ്ട്. ഇപ്പോൾ കുറ്റിക്കുരുമുളക് ഈ ടൗൺ ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ചട്ടിക്കകത്തേ അത് ആവുകയുള്ളൂ. ചട്ടിക്കകത്തത് 3 ചട്ടിയോ 4 ചട്ടിയോ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ആവശ്യമുള്ള മുളക് ഏത് സമയത്തും അതിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറ്റിക്കുരുമുളക്. അതേപോലെ തന്നെ ബെഡ് ചെയ്തത്. ഇപ്പോൾ കുരുമുളക് ബെഡ് ചെയ്തത് ഇപ്പോൾ അടുത്ത വർഷത്തെ കർണാടകത്തിലേക്ക് ഒരു 15 എണ്ണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തോളം കുരുമുളക് തൈകൾ ജോർജ് കൃഷി വകുപ്പിന് നൽകിയിരുന്നു. ഈ വർഷം 1-ന് 10 രൂപ നിരക്കിൽ കർഷകർക്ക് നേരിട്ടാണ് തൈകൾ വിറ്റത്. നഴ്സറിയും ഈ കർഷകന് ഇപ്പോൾ മികച്ച വരുമാനം നൽകുന്നു. മുയൽ വളർത്തലാണ് മറ്റൊരു വരുമാന മാർഗം. വിദേശ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള മുയലുകൾ ജോർജിന്റെ ഫാമിലുണ്ട്. പറമ്പിൽ നിന്നുള്ള സസ്യങ്ങൾ തന്നെയാണ് മുയലുകൾക്ക് തീറ്റയായി നൽകുന്നത്. വളർച്ചയെത്തിയ മുയലുകളെയും മുയൽ കുഞ്ഞുങ്ങളെയും വിൽക്കുന്നുണ്ട്. പറമ്പിലെ ജലസംഭരണികളിൽ മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട്. മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഒരുക്കാനാണ് ജോർജിന്റെ പദ്ധതി. പിന്നെ ഇനി മീനിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ആക്കേണ്ട സംവിധാനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ പൈപ്പിനകത്തോടെയുള്ള പച്ചക്കറികൾ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നു. മീൻ പല സൈസ് മീനുണ്ട്. ഇപ്പോൾ ഒരു വർഷമായിട്ട് മീനൊന്നും എനിക്ക് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ആ രീതിയിലുള്ള മീൻ എൻ്റെ കുളത്തിലുണ്ട്. 2008-ൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച കർഷകനായി ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കർഷകനായിരുന്ന വല്യച്ഛനാണ് തനിക്ക് എല്ലാ പ്രചോദനവും നൽകുന്നതെന്ന് ജോർജ് പറയുന്നു. ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ ഒരു അധ്യാപകനാണ്. പക്ഷേ എൻ്റെ വല്യച്ഛൻ ഒരു കൃഷിക്കാരനാണ്. ചെറുപ്പം മുതലേ കൃഷിക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ അത് കണ്ട് ഉള്ള ആണ് എനിക്ക് ഈ കൃഷിയിലേക്ക് വരാൻ മുഖ്യ കാരണം. ഇത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വല്യപ്പനാണ് എനിക്കിത് ഉണ്ടാക്കി തന്നതെന്ന് എൻ്റെ ഉള്ളു പറയുന്നുള്ളൂ.
അതാണ് എനിക്കൊരു പ്രയോജനം. അതാ പുതിയ തലമുറയ്ക്ക് ധനസമ്പാദനത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂവെന്നാണ് ഈ കർഷകന്റെ പരാതി. കൃഷിയിൽ നിന്നുള്ള സംതൃപ്തി മറ്റൊന്നിൽ നിന്നും കിട്ടുകയില്ലെന്നും ജോർജ് യുവാക്കളെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ പൈസയാണ് ആവശ്യം. പൈസ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അത് ആ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്താൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. നമ്മളിപ്പോൾ ഒരു വാഴ നമ്മൾ സ്വന്തം കൈ കൊണ്ട് മണ്ണും കുഴിയെടുത്ത് കുഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ വാഴ കുലച്ച് കഴിയുമ്പോഴുള്ള സന്തോഷവും ഇവൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് പൈസ കിട്ടുമ്പോഴുള്ള സന്തോഷവും അത് രണ്ടും വേറെ വേറെയാണ്. അത് ഒക്കെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതാണ്. അതായത് ആ വാഴ കുറച്ച് കഴിയുമ്പോഴുള്ള സുഖവും സന്തോഷവും നമുക്കുണ്ട്. പക്ഷേ ഇവൻ ഏതെങ്കിലും തരത്തിൽ കുറേ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അതവൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. അതിൻ്റെ പ്രയോജനം അവന് കിട്ടുമായിരിക്കും, എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും, പക്ഷെ എന്നാലും അത് ശാശ്വതമല്ല. മണ്ണിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കാണാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ഒക്ടോബർ മാസത്തിൽ 4 കാർഷിക വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. പ്രവൃത്തി പരിചയത്തിൽ അധിഷ്ഠിതമായിരിക്കും പരിശീലന പരിപാടി. ഒക്ടോബർ 5-ന് വിവിധ കമ്പോസ്റ്റ് നിർമ്മാണ മുറകൾ, ഒക്ടോബർ 6-ന് കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനുമുള്ള ജൈവ ഉപാധികളുടെ ഉൽപ്പാദനം, ഒക്ടോബർ 7-ന് കണിക ജലസേചന രീതികൾ, ഒക്ടോബർ 8-ന് കൂൺ കൃഷി എന്നിങ്ങനെയാണ് പരിശീലന പരിപാടി. ഓരോ വിഷയത്തിലും ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487 2375 885. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.